ഹായ്. ജീതു ജോസഫ് പ്രൊഡക്ഷനിൽ നവാഗതനായ ആർഫസ് അയ്യൂബ് സംവിധാനം ചെയ്ത ലെവൽ ക്രോസ്. മറ്റ് പ്രധാന കഥാപാത്രങ്ങളിൽ ആസിഫ് അലി, ഷറഫുദ്ദീൻ, അമല പോൾ എന്നിവരൊക്കെയാണ് പ്രധാന കഥാപാത്രങ്ങളിൽ എത്തുന്നത്. ഇന്ന് ലെവൽ ക്രോസിനെ കുറിച്ച്. അപ്പം പടം എങ്ങനെയുണ്ടെന്ന്. ലെവൽ ക്രോസിലേക്ക് വരുമ്പോൾ എടുത്തു പറയേണ്ടത് മേക്കിംഗ് സ്റ്റൈൽ തന്നെയാണ്. ഒരു രക്ഷയില്ലാത്ത മേക്കിംഗ് തന്നെ പറയാൻ സാധിക്കും. ഒരു ഡെസേർട്ട് മേഖലയിലാണ് സിനിമയുടെ കഥ തുടങ്ങുന്നത്. രഘു എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെയാണ് നമ്മൾ ആദ്യം പരിചയപ്പെടുന്നത്. അദ്ദേഹം ഇവിടുത്തെ ട്രെയിനിലെ ഒരു വാച്ച്മാനാണ്, ഗേറ്റർ വാച്ച്മാനാണ്. അങ്ങനെ അപ്രതീക്ഷിത സാഹചര്യത്തിൽ ഒരു പെൺകുട്ടി ആ ഡെസേർട്ട് മേഖലയിലേക്ക് എത്തിച്ചേരുന്നതും തുടർന്നുണ്ടാകുന്ന ചില പ്രശ്നങ്ങളുമാണ് സിനിമ പറയുന്നത്. അതിഗംഭീരമായി തന്നെ ആ ഒരു ഡ്രാമ ഫീൽ നമ്മളെ തന്നുകൊണ്ട് കഥ പറഞ്ഞു പോകുന്നുണ്ട് ലെവൽ ക്രോസ്. ആർഫസ് അയ്യൂബ് എന്ന് പറയുന്ന ഒരു ഡയറക്ടർ, അദ്ദേഹം ഒരു നവാഗതനായ ഡയറക്ടർ കൂടിയാണ്. എനിക്ക് തോന്നുന്നു നല്ല രീതിയിൽ തന്നെ ജിത്തു ജോസഫും കൂടെ കയറി അങ്ങ് പണിയെടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അത്തരത്തിലുള്ള ത്രില്ലിങ് എലമെന്റും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു പോകുന്ന ഒരു സിനിമയും കൂടിയാണ് ലെവൽ ക്രോസ്. ഇതിന്റെ പോസിറ്റീവ് കാര്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ മേക്കിംഗ് തന്നെയാണ്. മേക്കിംഗ് സ്റ്റൈലിൽ തന്നെയാണ് ഇത് പിടിച്ചു നിൽക്കുന്നത്. അതിൽ ഞാൻ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ട്രെയിന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോകുന്നതായിട്ട് കാണിക്കത്തുള്ളൂ. ട്രെയിനല്ല, ഇതിനകത്ത് കഥാപാത്രങ്ങളെ ചേർത്ത് വെച്ചിട്ടുള്ള ഒരു രീതിയുണ്ട്. അതായത് അവർക്ക് ഓരോരുത്തർക്കും അവർക്ക് കിട്ടിയ കഥാപാത്രങ്ങൾ വളരെ ഗംഭീരമായി ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ആസിഫ് അലിയുടെ ക്യാരക്ടർ, രഘു എന്ന് പറയുന്ന കഥാപാത്രത്തെ അദ്ദേഹം എങ്ങനെയാണ് ആ ഒരു നിന്ന് പെർഫോം ചെയ്യേണ്ടത്, അതായത് അത് കൃത്യമായി തന്നെ, അതായത് ആ മുഖഷേപ്പും അതുപോലെ തന്നെ രൂപവും ഭാവവും ഒക്കെ അത് കൃത്യമായി തന്നെ ആർഫസ് അയ്യൂബ് പകർത്തിയിട്ടുണ്ട്. ഗംഭീരമായി തന്നെ അത് സ്ക്രീനിൽ കാണാനുമുണ്ട്. പിന്നെ മറ്റൊരു കഥാപാത്രത്തിലെത്തിയ അമല പോള് സൂപ്പറായി തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. ചില ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ചലഞ്ചിങ് എക്സ്പീരിയൻസ് എന്നും കൂടി പറയാൻ സാധിക്കും. കാരണം ഒരു വ്യത്യസ്തതരം ഒരു ക്യാരക്ടറാണത്. ഭയങ്കര ഇമോഷണൽ, ഉള്ളിൽ കുറേ നിഗൂഢതകൾ കൊണ്ട് കിടക്കുന്ന ഒരു കഥാപാത്രം. ഷറഫുദ്ദീനെ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ അദ്ദേഹം പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ട്രെയിനും ഇതിനകത്ത് പ്രധാന കഥാപാത്രത്തിൽ എത്തുന്നുണ്ട്. ട്രെയിനെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം എനിക്ക് സൂപ്പറായിട്ട് ഇഷ്ടപ്പെട്ട ഒരു രംഗങ്ങളാണ് ആ ട്രെയിൻ പോകുന്ന രീതിയും അതുപോലെ ഈ ചിത്രീകരിച്ചിട്ടുള്ള ആ ഒരു മേക്കിംഗ് രംഗങ്ങളെല്ലാം സൂപ്പറായിട്ട് തന്നെ വന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു സിനിമ ഏകദേശം നമുക്കറിയാലോ ത്രില്ലർ ഡ്രാമ ഫീൽ തരുന്ന ഒരു സിനിമയാണ്. ത്രില്ലർ ഡ്രാമ രീതിയിലാണ് ഈ ഒരു സിനിമ കഥ പറഞ്ഞു പോകുന്നത്. അത്യാവശ്യം എല്ലാവർക്കും ഒന്നും അത്യാവശ്യം പിടിച്ചെടുത്താൻ പറ്റി. അതായത് ഭയങ്കര സ്ലോ ബേസ് ആണ് ഈ ഒരു സിനിമ. സ്ലോ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു സ്ലോ ബേസിംഗ് ഉണ്ട്. എങ്കിലും അത്യാവശ്യം നല്ലൊരു ത്രില്ലിങ് സംഭവം കൂടെ കൊണ്ടുപോകുന്നുണ്ട് സിനിമയിലൂടെ. അത് നമുക്ക് ഇതിനകത്തെ കഥാപാത്രങ്ങളിലൂടെയാണ് ആ ഒരു സ്ലോ ബേസ് പറഞ്ഞു പോകുന്നത്. അതായത് അവരുടെ ഉള്ളിലുള്ള ചില പ്രശ്നങ്ങളെ നമ്മളിലേക്ക് എത്തിക്കുകയാണ് സംവിധായകൻ. കാരണം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അത് നമ്മളിലേക്ക് എത്തുന്നതുകൊണ്ട്. പിന്നെ ഇതിനകത്ത് ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് സോങ് ഒക്കെ ഉണ്ട്. അത്യാവശ്യം എനിക്കത് ഭയങ്കര ബോറായിട്ടാണ് തോന്നിയത്. വലിയൊരു രസമായിട്ടൊന്നും തോന്നിയിട്ടില്ല. അത്യാവശ്യം കുഴപ്പമില്ലാതെ ബോറിംഗ് ആയിരുന്നു ആ സോങ് ഒക്കെ. അതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. സത്യം പറഞ്ഞ ഒരു ത്രില്ലർ സിനിമ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ വഴിക്ക് അങ്ങ് പോകുന്നതായിരുന്നു നല്ലത്. സോങ് കാര്യങ്ങളൊന്നും എടുത്തുകൊണ്ട് ഒരു കാര്യമില്ലായിരുന്നു. പിന്നെ ഷറഫുദ്ദീൻ്റെ ആക്ടിംഗ് എന്ന് പറഞ്ഞാൽ സൂപ്പറായിട്ടുണ്ടായിരുന്നു. ഷറഫുദ്ദീനെ എടുത്തു പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്തൊരു രംഗമുണ്ട്, നിങ്ങളത് കാണുമ്പോൾ മനസ്സിലാവും. ഒരു ഷൗട്ടിൻ്റെ രംഗവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് സൂപ്പറായിട്ട് തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. നിങ്ങളതിൽ പടം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡയറക്ഷൻ സ്റ്റൈലാണ്. എനിക്ക് തോന്നുന്നു ഏകദേശം നമ്മുടെ അടൂർ ഗോപാലകൃഷ്ണൻ സാറിൻ്റെ മേക്കിംഗ് സ്റ്റൈൽസ് ആണ് ഇവർ പിടിച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു. സ്ലോ ബേസിൽ സംഭവമുണ്ട്, പക്ഷേ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബോറടിയും കൊണ്ടുപോകുന്നുണ്ട്. എങ്കിലും ഒരു ത്രില്ലർ മെസ്സേജിലൂടെയാണ് സിനിമ പോകുന്നത് കൊണ്ട് നമുക്ക് വലിയ ബോറടി ആയിട്ടൊന്നും തോന്നത്തില്ല. ചില ആളുകൾക്ക് ഈ സിനിമ കണ്ടാൽ ഏകദേശം നല്ല ബോറടി അടിക്കും. കാരണം ഇതിലെ കഥാപാത്രങ്ങളെ ചില ഇമോഷൻ രംഗങ്ങളൊക്കെ പറയുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആ ഒരു ബോറടി കൂടി വരും. എന്തായാലും എനിക്ക് ഈ സിനിമ നല്ല രീതിയിൽ തൃപ്തിപ്പെട്ടിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ആക്ടേഴ്സിൻ്റെ പ്രകടനങ്ങളൊക്കെ ആയിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. പിന്നെ സ്റ്റോറി ബേസ് ഒക്കെ ഞാൻ പറയുകയാണെങ്കിൽ അത്യാവശ്യം ഡീസൻ്റ് ഒരു സ്റ്റോറിയാണ്. ത്രില്ലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ക്ലൈമാക്സിൻ്റെ രംഗങ്ങളും അവസാനത്തെ രംഗത്തിൽ നല്ലൊരു ക്ലൈമാക്സ് രംഗത്തിൽ നല്ലൊരു ഡിസ്റ്റൻസ് ഒക്കെ തരുന്നുണ്ട്. എന്തായാലും നമ്മുടെ ജിത്തു ജോസഫ് സിനിമ പോലൊന്നുമില്ല, അത്രയ്ക്ക് വലിയ സംഭവമൊന്നും പറയാനില്ല. അത്യാവശ്യം ഒരു ആർഫസ് അയ്യൂബ് സിനിമ കാണുന്ന ഫീൽ തപ്പേ തന്നിട്ടുണ്ട്. എന്തായാലും എനിക്ക് ഈ പടം തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും ഈ സിനിമ കണ്ടിട്ടുള്ളതെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.